ഗുഡ് ആഫ്റ്റർനൂൺ. ന്യൂടെക് മീഡിയ സൊല്യൂഷനാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു. ഓട്ടോമാറ്റിക് ഗേറ്റ് സംസാരിച്ചു, ഓട്ടോമാറ്റിക് ഷട്ടർ സംസാരിച്ചു, വീട്ടിലേക്ക് വേണ്ടിയുള്ള തിയേറ്റർ സംസാരിച്ചു, CCTV ക്യാമറ സംസാരിച്ചു. ഇതുവരെ സംസാരിക്കാത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൂഷർ അലാം സിസ്റ്റമാണ് സംസാരിക്കാത്ത ടോപ്പിക്ക്. അതായത് നമ്മുടെ ഒരു വീട്ടിൽ CCTV ക്യാമറയുടെ ഒരു പോരായ്മയല്ല, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആളുടെ തെഫ്റ്റ് നടന്ന ആളുടെ ബാക്കപ്പ് എടുത്ത് ഫുട്ടേജ് എടുക്കാനേ പറ്റുള്ളൂ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് പകരം ഇൻട്രൂഷർ അലാം സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആൾ കയറുന്ന മൊമെൻറ്റിൽ നമുക്കൊരു അലാം കിട്ടും, നമുക്ക് ഫോണിൽ മെസ്സേജ് വരും, അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ എൻ്റെ ചെറിയ അറിവ് നിങ്ങളിലേക്കൊന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, മുഴുവനായിട്ട് കാണുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണോടെ എനേബിൾ ചെയ്തേക്കണം, എന്നാലേ ഞാൻ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. പ്രത്യേകം ഓർക്കുക. കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഇൻട്രൂഡർ അലാം സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു 2 നില വീടാണെങ്കിൽ ആ വീട്ടിൽ നമുക്ക് താഴെ അടുക്കള വശത്തൊരു ഡോറുണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ കയറി വരുന്നതൊരു ഡോറുണ്ടായിരിക്കും, മേളിലൊരു ഡോറുണ്ടായിരിക്കും. 3 ഡോറെന്ന് വെച്ചു. ആ 3 ഡോറിൽ വയർലെസ് ആയിട്ടുള്ള ഡോർ കോണ്ടാക്റ്റ് ഫിക്സ് ചെയ്യുന്നു. വയർലെസ് ഡോർ കോണ്ടാക്റ്റ് ഫിക്സ് ചെയ്യുന്നു. ഇതെല്ലാം വയർലെസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും വീടിനകത്ത്. സെൻട്രൽ പോർഷൻ എവിടെയെങ്കിലും കൺട്രോൾ പാനൽ ഫിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ വാല്യുബിളായിട്ടുള്ള അലമാരിയുടെ മറ്റേ ഓർണമെൻറ്റ്സോ എന്തെങ്കിലും പൈസ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു മോഷൻ സെൻസർ ഫിറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻട്രൂഷർ അലാം വർക്ക് ചെയ്യും. അതായത് നമ്മൾ ആം ചെയ്തതിന് ശേഷം വൈകിട്ട് നമ്മൾ കിടന്നുറങ്ങി, ഡോറെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ആം ചെയ്യുന്നു, കിടന്നുറങ്ങാൻ പോകുന്നു. ആം ചെയ്യുമ്പം ഈ കൺട്രോൾ പാനലും ഈ ഡിവൈസും ലാംഡ് ആയിരിക്കും. കിടന്നുറങ്ങിയതിന് ശേഷം ആരെങ്കിലും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഡോർ തുറക്കാനിട വന്നാൽ, അടുക്കള വശത്തെയോ ഫ്രണ്ടിലെയോ മേളത്തെയോ ഡോർ തുറക്കാനിട വന്നാൽ നമുക്ക് അലാം കിട്ടും. ഇതിനകത്ത് സിം ഇടാനുള്ള സംവിധാനമുണ്ട് ഈ കൺട്രോൾ പാനലിൽ. ആ അലാം നമുക്ക് മെസ്സേജായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജായിട്ടോ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് പോകും, നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ ഈവൻ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്കുള്ള നമ്പറിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, നമ്പറിലേക്ക് കൊടുക്കാം. ഇവിടെ നമുക്കങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അവരുടെ അനുവാദം ഉണ്ടായിരിക്കണം, അത്ര നിർബന്ധമാണ്, ചുമ്മാ കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ രീതിയിൽ. അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഡോറ് തുറക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം നമുക്കറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം, അതിൻ്റെ ഉള്ള ആക്സസിൻ്റെ ഗുണം. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, പിന്നെ മെസ്സേജ് ഇടാം, മെസ്സേജ് ഉപയോഗിക്കാം. മെസ്സേജിൻ്റെ സംവിധാന ഫെസിലിറ്റി അതിലുണ്ട്. പിന്നെ ഇതെല്ലാം വയർലെസ് ആയിരിക്കും. ഇതിനകത്തൊരു ചെറിയ ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 1.5 വർഷം വരെ വർക്ക് ചെയ്യിക്കാം. ഇത് വർക്ക് ചെയ്യും കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ എന്തെങ്കിലും ബാറ്ററിയുടെ ഡ്രെയിനായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇത് നമുക്ക് ഇതിനകത്തൊരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് വയറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമുക്കൊരു 2, 3, 4 ദിവസം ക്യാമറയുടെ എണ്ണ അനുസരിച്ചുള്ള വയറിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വയറിങ്ങിൻ്റെ ആവശ്യമില്ല. ഫുൾ വയർഡ് ആയിട്ടുള്ള സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മുടെ പരിപാടി തീർക്കാം. അതതിൻ്റെ ഇൻട്രൂഡർ അലാം സിസ്റ്റത്തിൻ്റെ ഗുണം. വയർലെസ് ആയിട്ടുള്ള സംവിധാനത്തിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രത്യേകം ഓർക്കുക കേട്ടോ. വയർഡായിട്ടുണ്ട്. വയർഡായിട്ടുള്ള പരിപാടി പഴയ ടെക്നോളജിയാണ്. എല്ലാം വയർലെസ് ആയിട്ടുള്ള സംവിധാനങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഈ തരത്തിലുള്ള എൻക്വയറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇടുന്നുണ്ട്. എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കും. ബാക്കി ഫർദറായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കമ്പനി എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻ കാരണം, ഇങ്ങനെ എന്നോട് ചോദ്യം വന്നു, എനിക്കൊരു എൻക്വയറി വന്നു, അലാം സിസ്റ്റത്തെക്കുറിച്ചൊരു എൻക്വയറി വന്നു. ഇതെല്ലാം നമുക്ക് ഈ ഓരോ വീഡിയോ ചെയ്യുന്നതിന് ഓരോ പ്രചോദനവും ഓരോ എൻക്വയറി ത്രൂ ആണ്. അപ്പോൾ ഓരോ എൻക്വയറി വരുമ്പം നമുക്ക് എന്തുകൊണ്ട് അതൊരു വീഡിയോ ചെയ്ത് വിടാമെന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം, മറക്കരുത്. നിങ്ങൾ വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ആലോചിക്കുക. പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീഡിയോ. ഓക്കെ.
ഓക്കെ, വളരെ ഈ വീഡിയോ സസൂക്ഷ്മം കണ്ടതിനും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയുടെ കമൻസുകൾ താഴെ ബോക്സിലിടാം. ഞാൻ മറുപടി അയക്കാം, കാണുന്നതിനെല്ലാം മറുപടി അയക്കാം. കഴിവതും എല്ലാ കമൻസിനും മറുപടി അയക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിത് മാത്രം ചെയ്യുന്നൊരു അലാം സിസ്റ്റം മാത്രം ചെയ്യുന്ന കമ്പനിയല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നേരത്തെ. ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ മാനുഫാക്ചറിങ്, ലേസർ കട്ടിങ്, ഓട്ടോമാറ്റിക് ഷട്ടർ, വീടിനകത്തേക്കുള്ള തിയേറ്റർ, CCTV ക്യാമറ, വീഡിയോ ഡോർ ഫോൺ, പിന്നെ IP ബേസ്ഡ് HD ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ, ഇൻട്രൂഷൻ അലാം സിസ്റ്റം ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ്, ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിനകത്തിരുന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.